പാമ്പുകടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 10 വയസ്സുകാരൻ അനോഷ് പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടതായി മാനേജ്മെന്റ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര കോടാലി സ്വദേശികളായ സിൽജോ ജോൺസി ദമ്പതികളുടെ മകനാണ് അനോഷ്. മരണത്തെ മുഖാമുഖം കണ്ട നാളുകൾക്ക് ശേഷമാണ് ഈ 10 വയസ്സുകാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 19 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം. വീട്ടിലെ ഹാളിൽ നിലത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്ന അനോഷിനും സഹോദരൻ അൽജോയ്ക്കും പുലർച്ചെ 2 മണിയോടെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഭക്ഷണത്തിലെ അസ്വാഭാവികതയാണെന്ന് കരുതി ആദ്യം ജീരകവെള്ളം നൽകിയെങ്കിലും 5 മണിയോടെ കുട്ടികൾ കുഴഞ്ഞു വീണു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിൽ നിന്ന് അതീവ വിഷമുള്ള വെള്ളിക്കെട്ടൻ പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിനെ കുറിച്ചുള്ള വിവരം ഉടൻ ആശുപത്രിയിൽ അറിയിക്കാൻ കഴിഞ്ഞത് ചികിത്സയിൽ നിർണായകമായി. ഉടൻ തന്നെ അനോഷിനെയും 8 വയസ്സുകാരനായ അൽജോയെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും യാത്രാമധ്യേ അൽജോ മരണത്തിന് കീഴടങ്ങി. ശ്വാസതടസ്സവും നാഡീവ്യൂഹത്തെ ബാധിച്ച തളർച്ചയും കാരണം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അനോഷിനെ പ്രാഥമിക ചികിത്സ നൽകി ഉടൻ വെന്റിലേറ്ററിൽ വിദഗ്ധ ചികിത്സയ്ക്കായി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലേക്ക് മാറ്റി. മിനിറ്റുകൾക്കുള്ളിൽ 15-അംഗ വിദഗ്ധ മെഡിക്കൽ ടീം കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ തീവ്ര ശ്രമങ്ങൾ ആരംഭിച്ചു. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം നിലച്ച സ്ഥിതിയിലായിരുന്ന കുട്ടിയെ വെന്റിലേറ്റർ, എക്മോ, ആന്റി സ്നേക് വെനം, ബ്രോങ്കോസ്കോപ്പി തുടങ്ങിയ ലൈഫ് സേവിംഗ് സംവിധാനങ്ങളുടെ സഹായത്തോടെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഫൈബർ ഒപ്റ്റിക് ബ്രോങ്കോസ്കോപ്പിയിലൂടെ ട്യൂബ് ശരിയായ സ്ഥാനത്തേക്ക് മാറ്റുകയും വായു സഞ്ചാരം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ശ്വാസനാളത്തിലെ മുറിവ് തുന്നിച്ചേർക്കുന്ന സങ്കീർണമായ ശസ്ത്രക്രിയ സുരക്ഷിതമാക്കാൻ അനോഷിനെ എക്മോ ചികിത്സയ്ക്കും വിധേയനാക്കി. അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ ആദ്യത്തെ പീഡിയാട്രിക് എക്മോ ചികിത്സയായിരുന്നു ഇത്. ചികിത്സയോട് അതിവേഗം പ്രതികരിച്ച അനോഷിനെ 3 ദിവസത്തിനുള്ളിൽ തന്നെ എക്മോ, വെന്റിലേറ്റർ സഹായങ്ങളിൽ നിന്നും മാറ്റാൻ സാധിച്ചു. തുടർന്ന് സാധാരണ നിലയിലേക്ക് മടങ്ങിയ അനോഷ് പരസഹായമില്ലാതെ ഭക്ഷണം കഴിക്കാനും നടക്കാനും ആരംഭിച്ചു. മികച്ച ചികിത്സ ലഭ്യമാക്കിയ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും കുടുംബം നന്ദി അറിയിച്ചു. അനോഷ് എന്ന ബാലനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സങ്കീർണമായ ചികിത്സാ ദൌത്യത്തിൽ പങ്കാളികളായ വിദഗ്ധ സംഘത്തെ ആശുപത്രി മാനേജ്മെന്റ് അഭിനന്ദിച്ചു. പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ രമേശ് കുമാർ, പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ ദിനേശ് ആർ.പി., പീഡിയാട്രിക്സ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അരുൺ ഗ്രേസ് റോയ് എന്നിവരുടെ ടീം ചികിത്സ നയിച്ചു. എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ബിനോയ് സേവ്യർ, ഡോക്ടർ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, ശ്രീവത്സന്റെയും നേതൃത്വത്തിൽ എക്മോ ടീം, ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി ടീമിലെ ഡോക്ടർ റിനറ്റ് സെബാസ്റ്റ്യൻ, ഡോക്ടർ സുജിത് ചെറുവള്ളി എന്നിവർ ഈ ദൌത്യത്തിന്റെ പ്രധാന ഭാഗമായി. ജിജി ഡയസിന്റെ നേതൃത്വത്തിൽ നഴ്സിംഗ് ടീമും ഫിസിയോതെറാപ്പി വിഭാഗവും ആശുപത്രി ജീവനക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിലൂടെ ഈ നേട്ടം സാധ്യമായി. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പത്രസമ്മേളനത്തിൽ സിഇഒ ഡോക്ടർ ആബേൽ ജോർജ്, ഓപ്പറേഷൻസ് ഹെഡ് ഡോക്ടർ ദിൽഷ തൊണ്ടിപ്പറമ്പിൽ, ഷൈജു ദാമോദരൻ എന്നിവരോടൊപ്പം അനോഷിന്റെ മാതാപിതാക്കളായ സിൽജോയും ജോൺസിയും പങ്കെടുത്തു. അപ്പോളോ അഡ്ലക്സ് ആശുപത്രി ലോബിയിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് ചടങ്ങിൽ ബെന്നി ബെഹന്നാൻ MP പങ്കെടുത്തു. അനോഷിനെ ചികിത്സിച്ച ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി അധികൃതരും സന്നിഹിതരായിരുന്നു. പ്രമുഖ കമന്റേറ്റർ ഷൈജു ദാമോദരൻ അനോഷിന് പ്രിയപ്പെട്ട മെസ്സി ജേഴ്സിയും ഫുട്ബോളും സമ്മാനമായി നൽകി. ആശുപത്രി ജീവനക്കാരുടെയും പ്രിയപ്പെട്ടവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അനോഷ് ആശുപത്രി വിട്ടത്. ഏറ്റവും കറക്റ്റായി അവർ അവിടെ അത് ചെയ്തു. അതുകൊണ്ട് പക്ഷേ അത് കഴിഞ്ഞുകൊണ്ടും അവൻ്റെ ശ്വാസത്തിന്റെ ഓക്സിജന്റെ ലെവലും കാർബൺ ഡയോക്സൈഡ് ലെവലും നിയന്ത്രിക്കാൻ പറ്റാതായപ്പോഴാണ് കൈയോടെ ഇങ്ങോട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ വെന്റിലേറ്റർ ഉണ്ട്. പക്ഷേ ഓക്സിജന്റെ ലെവലും കാർബൺ ഡയോക്സൈഡ് ക്രമാതീതമായി കൂടുന്നു. ഓക്സിജൻ ഏറ്റവും താഴെയും ഹൃദയമിടിപ്പും ഏറ്റവും വളരെ ചെറിയ രീതിയിലേ ഉള്ളായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിയ കുട്ടിക്ക് നമുക്കൊരു സ്നേക്ക് ബൈറ്റിൽ ഉപരിയായി ശ്വാസനാളത്തിൽ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ആ ഇഞ്ചുറി മേ ബി ആ ട്യൂബ് അവിടെ ഡിസ്പ്ലേസ്ഡ് ആയി അവിടെ ഇരുന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അല്ല പോണത്. എൻ്റെ ചേട്ടൻ്റെ വീടുണ്ട്, എൻ്റെ ആൻറ്റിയുടെ അവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, കൊരട്ടിയിൽ തന്നെയാണ് അവിടേക്ക് പോണത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കെമിക്കലും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് പോലെയൊക്കെ ചെയ്ത കാരണം അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പിന്നെ കുറച്ച് പൊളിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ട്